ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. God bless you. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 32 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. വിക്കനായ ഒരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന്റെ മേൽ കൈവയ്ക്കണം എന്ന് അപേക്ഷിച്ചു. അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവന്റെ നാവിനെ തൊട്ട് സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പെട്ടിട്ട് അവനോട് തുറന്നു വരിക എന്ന് അർത്ഥമുള്ള എഫേത എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ ചെവി തുറന്നു നാവിന്റെ കെട്ടും അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഇത് ആരോടും പറയരുത് എന്ന് അവരോട് കൽപ്പിച്ചു. എങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവൻ പ്രസിദ്ധമാക്കി. ഹല്ലേലൂയ. ഇത് ആരോടും പറയരുത് എന്ന് യേശു വിലക്കി. എത്രയേറെ വിലക്കിയോ അത്രയേറെ പ്രസിദ്ധമാക്കി. ചെറിയ കാര്യമല്ല. ബധിരനും വിക്കനുമായവൻ സത്യസന്ധമായി പലരോടും സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ അരുതാത്തവ നിങ്ങളുടെ ശക്തിയിൽ പറയരുത്. ഹല്ലേലൂയ. കേൾവിക്കാരെ അവഗണിക്കത്തക്ക തരത്തിൽ സാക്ഷ്യം പറയരുത്. തിരുവനന്തപുരത്ത് പരുത്തിപ്പാറ ഗ്രേസ്ബിനി ഹാളിൽ കണ്ണൂർ കാസർഗോഡുകാരനായ ഒരു ശുശ്രൂഷകൻ എല്ലാ മാസത്തിലും കാഞ്ഞിരംകുളത്തെ ഒരു കുടുംബത്തെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാറുണ്ടായിരുന്നു. എല്ലാ മാസവും ഈ കുടുംബത്തിന് ദൈവം അനുഗ്രഹങ്ങൾ വാരി കോരി കൊടുത്തു എന്ന് സാക്ഷ്യം പറയിപ്പിക്കുമായിരുന്നു. ഈ കാഞ്ഞിരംകുളത്തെ ഈ കുടുംബം, ഇത് ഇവർക്ക് കിട്ടിയത് സത്യമാണോ എന്നറിയുവാൻ കൂട്ടായ്മയിലുള്ള ബാങ്ക് ഉദ്യോഗസ്ഥനും ഭാര്യയും കൂടി സാക്ഷ്യം പറഞ്ഞ കുടുംബ വീട്ടിൽ പിറ്റേന്ന് രാവിലെ പോയി. സാക്ഷ്യം പറഞ്ഞത്, എനിക്ക് ഒരു പശു ഉണ്ടായിരുന്നു, ഇപ്പോൾ നിറച്ചു പശുക്കളുണ്ട്, നിറച്ചു പാലുകൾ, നിറച്ച് എനിക്ക് അധികം കിട്ടും. ഇപ്പോൾ തൊഴുത്ത് നിറയെ പശുക്കളാണ്, പാൽ അധികമായിട്ടൊക്കെ കിട്ടും, ഭാര്യയ്ക്ക് നല്ല ശമ്പളം കിട്ടും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാ മാസവും വന്ന് തട്ടിവിടും. ഈ സഭയിലെ മെമ്പറും എല്ലാം കൂടെയാണ്. ഈ ബാങ്ക് ഉദ്യോഗസ്ഥനും ഭാര്യയും അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു പശു പോലും കാണാനില്ല. സ്തോത്രം. ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പലകയിലാണ് ഈ കുടുംബം. ഈ കുടുംബത്തെ കൊണ്ട് കള്ളസാക്ഷ്യം പറയിച്ചു കൊണ്ടിരുന്നു. ഇത് കണ്ടുപിടിച്ചവർ ഇപ്പോൾ ഈ സഭ മാറിപ്പോയി. ഈ ശുശ്രൂഷകൻ പലരെ കൊണ്ടും ഇതേപോലെ കള്ളസാക്ഷ്യങ്ങൾ പറയിച്ചിട്ടുണ്ട്. സഭാമൂപ്പൻ കണ്ണൂർ സാറ് തിരുവനന്തപുരത്ത് സഭയിലെ പല വിശ്വാസികളുടെയും ഭവനങ്ങളിൽ കടന്നുവന്ന് സന്ദർശനം നടത്തി. ഈ സാക്ഷ്യം പറഞ്ഞ കുടുംബത്തിലും പോയി. ഒന്നുമില്ല. എങ്കിലും അയാൾ കടം മേടിച്ച് പണം കൊടുത്തു. ഇയാളുടെ അപ്പൻ്റെ വീട്ടിൽ പോയി 2 ലക്ഷം ആവശ്യപ്പെട്ട് കൊടുത്തില്ല. ഈ കുടുംബത്തെ കുളം തോണ്ടിയ തരത്തിലാക്കി. ഞാനും പൊൻകുന്നത്തെ പാസ്റ്ററും കൂടി
അവിടെ ചെന്ന് കണ്ട കാഴ്ച, കുടിവെള്ളത്തിൻ്റെ മീറ്റർ വരെ തോണ്ടി എടുത്തോണ്ട് പോയി. കുടുംബം കുളം തോണ്ടി എന്ന് കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വന്ന് വീടുതോറും കയറി ഇറങ്ങിയ കണ്ണൂർ സഭാ മൂപ്പൻ സാറ് കയറി ഇറങ്ങിയെങ്കിലും ഇന്നേ വരെ ഒരു വീട്ടിൽ പോലും ഒരു ഗുണവും പിടിച്ചിട്ടില്ല. ദാരിദ്ര്യത്തിൻ്റെ നെല്ലിപ്പലകയിലാണ് പലരും. വന്ന് കയറിയിട്ട് ലക്ഷങ്ങൾ കൊയ്തുകൊണ്ടുപോയത് മാത്രം. ഹല്ലേലൂയ. ഇവിടെ ഈ തിരുവനന്തപുരത്തെ സഭയിലെ ചില രഹസ്യ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊടുക്കുവാൻ സ്പീഡ് ജപ്പാൻ എന്ന് വിളിക്കുന്ന ഒരു സ്പൈ ഉണ്ട്. ഈ സ്പൈ വഴിയാണ് കാര്യങ്ങൾ ഗ്രഹിച്ച് ശുശ്രൂഷകൾ നടത്തുന്നത്. കള്ളസാക്ഷ്യം നിരവധി പേരെ കൊണ്ട് പറയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യത്തിൽ, ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിനു നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ, പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 10-ാം വാക്യം, മനുഷ്യപുത്രനു നേരെ ഒരു വാക്ക് പറയുന്ന ഏവനോടും ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോടോ ക്ഷമിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കള്ളസാക്ഷ്യം പറയരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യാജന്മാർ ഹല്ലേലൂയ കള്ളസാക്ഷ്യം പറയിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ